കേരള രാഷ്ട്രീയത്തിൽ കേരള കോൺഗ്രസ് എന്ന പേരു കേൾക്കുമ്പോൾ തന്നെ പിളർപ്പുകളുടെയും ലയനങ്ങളുടെയും ഒരു വലിയ ചരിത്രം ഓരോ മലയാളിയിലും എത്തും. എന്നാൽ KM മാണിയുടെ നിര്യാണത്തിന് ശേഷം പാർട്ടിയിലുണ്ടായ വിള്ളൽ അണികൾക്കിടയിലും നേതാക്കൾക്കിടയിലും ഉണ്ടാക്കിയ മുറിവ് ഇന്നും ഉണങ്ങിയിട്ടില്ല എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പരുന്തും കുരുവിയും തർക്കം. ഇടതുമുന്നണിയിലെ ഭാഗമായ ജോസ് കെ മാണി വിഭാഗവും UDF-ൽ ഉറച്ചു നിൽക്കുന്ന ജോസഫ് വിഭാഗവും തമ്മിലുള്ള പോര് അടുത്ത കാലത്തായി കൂടുതൽ വ്യക്തിപരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ജോസ് കെ മാണി തന്റെ എതിരാളികളെ പരിഹസിക്കാനായി ഉപയോഗിച്ച പ്രയോഗമായിരുന്നു പരുന്തിന്റെ പുറത്തിരിക്കുന്ന കുരുവി. കോൺഗ്രസ് എന്ന വലിയ പ്രസ്ഥാനത്തിന്റെ തണലിലും സഹായത്തിലും മാത്രമാണ് PJ ജോസഫും കൂട്ടരും നിലനിൽക്കുന്നതെന്നും സ്വന്തമായി അവർക്ക് രാഷ്ട്രീയ നിലനിൽപ്പില്ലെന്നുമാണ് ജോസ് കെ മാണി ഇതിലൂടെ അർത്ഥമാക്കിയത്. കുരുവിക്ക് പരുന്തിന്റെ ഉയരത്തിൽ പറക്കാൻ പരുന്തിന്റെ സഹായം വേണമെന്നതുപോലെ ജോസഫ് വിഭാഗം കോൺഗ്രസിനെ ആശ്രയിച്ചാണ് കഴിയുന്നതെന്ന രാഷ്ട്രീയ പരിഹാസമാണ് അദ്ദേഹം ഉയർത്തിയത്. ജോസ് കെ മാണിയുടെ ഈ പരിഹാസത്തിന് അതിശക്തമായ ഭാഷയിലാണ് മോൻസ് ജോസഫ് MLA മറുപടി നൽകിയത്. രാഷ്ട്രീയത്തിൽ പ്രയോഗിക്കുന്ന ഉപമകൾ തിരിച്ചടിക്കുമെന്നതിന്റെ ഉത്തമ ഉദാഹരണമായിരുന്നു മോൻസിന്റെ വാക്കുകൾ. പരുന്തിന്റെ മുകളിൽ ഇരുന്ന കുരുവി ജോസ് കെ മാണിയാണെന്നും എന്നാൽ ആ പരുന്തിന്റെ മുകളിൽ നിന്നും താഴെ വീണ് ചതഞ്ഞെറിഞ്ഞു പോയ അവസ്ഥയിലാണ് ഇപ്പോൾ ജോസ് വിഭാഗം എന്നും അദ്ദേഹം തിരിച്ചടിച്ചു.